സഹോദരെ നമസ്കാരം. ഫിഫ വേൾഡ് കപ്പ് 2026 റൗണ്ട് ഓഫ് 32 മാച്ച് 16, അതായത് റൗണ്ട് ഓഫ് 32 അവസാനത്തെ മത്സരം കൊളംബിയ വേഴ്സസ് ഗാന കഴിഞ്ഞിരിക്കുകയാണ്. 1-0 കൊളംബിയ വിജയിച്ചിരിക്കുകയാണ്. ഒന്നും പറയല്ല, കളി തുടങ്ങി 5-ാമത്തെ മിനിറ്റിൽ കൊളംബിയയ്ക്ക് എന്താ പറയുക, അവിടെ ജോൺ കൊർഡോബ എന്ന പ്ലെയറിന് ഇഞ്ചുറി വന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ട ഒരു അവസ്ഥ ആയിരുന്നു. നമ്മുടെ സുവാറസ് സബ്സ്റ്റിറ്റ്യൂഷൻ, ടാക്ടിക്കൽ സബായി സുവാറസിനെ ഇറക്കുന്നു. 10-ാമത്തെ മിനിറ്റ് ആയപ്പോഴത്തേക്ക് ഗാനയ്ക്കും സെനയുടെ ഇഞ്ചുറി കാരണം സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടി വരുന്നു. 14-ാമത്തെ മിനിറ്റിൽ അസിസ്റ്റ് കൊടുത്തത് സുവാറസാണ്. ആ 5-ാമത്തെ മിനിറ്റിൽ പ്ലേയിങ്ങിൽ ഇല്ലാതെ സബ്സ്റ്റിറ്റ്യൂഷനായിട്ട് വന്ന ആ പുള്ളിക്കാരൻ കൊടുത്ത പാസിലൂടെ ജോസ് ഏരിയാസ് ആണ് ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത്. 1-0 ആ ഏക ഗോൾ, ഈ മാച്ചിലെ ഏക ഗോൾ അപ്പോഴാണ് കയറി. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, നല്ല പ്രസിംഗ് ആണ് ലോസാൻഡ്രോയുടെ കൊളംബിയോ. നല്ല പ്രസിംഗ് 4-3-3 എന്ന ഫോർമേഷനിലൂടെ നല്ല പ്രസിംഗ് ആയിട്ട് തന്നെ കളി സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ എന്താ പറയുക, ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ ലൂയിസ് ഡയസ്, അതുപോലെ തന്നെ എന്താ പറയുക, നല്ല രീതിയിൽ ഫുൾ ബാക്സ് നല്ല രീതിയിൽ ഓവർലാപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ഫുള്ള്. അത് തന്നെയായിരുന്നു വിട്ട് യൂസ് ചെയ്ത് നല്ല രീതിയിൽ കളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രീതി തന്നെയാണ് കണ്ടത്. അതേസമയം എന്താ പറയുക, കാർലോസ് ക്യൂറോസിൻ്റെ ഘാന 4-2-3-1 എന്ന ഫോർമേഷനിൽ കളിക്കുമ്പോഴത്തേക്ക് നല്ലപോലെ ട്രൈ ചെയ്തു കോമ്പാക്റ്റായിട്ട് ഡിഫെൻസ് ചെയ്യാനും, അതുപോലെ എന്താ പറയുക ട്രാൻസിഷൻ സമയത്ത് മാത്രം അറ്റാക്ക് ചെയ്യാനും കൗണ്ടേഴ്സിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിച്ചു നോക്കിയെങ്കിലും ഒന്നും ശരിയായില്ലായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, മർവിൻ സെനയുടെ ഇഞ്ചുറി ഗാനയ്ക്ക് നല്ല പോലെ ഒരു ആഘാതം തന്നെയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് അങ്ങോട്ട് ഡിഫെൻസീവ് പരമായിട്ട് കുറേ പൊട്ടലും നല്ല ആ ഒരു തിരിച്ച് കറക്റ്റായിട്ട് വീണില്ല എന്നുള്ളതിന് എടുത്ത് പറയത്തക്ക ഒരു കാരണം. സെക്കൻഡ് ഹാഫ് ആയപ്പോഴത്തേക്ക് നമ്മുടെ കൊളംബിയ കുറച്ചുകൂടെ എന്താ പറയുക കോമ്പാക്റ്റായിട്ട് പൊസിഷൻ പിടിച്ച് വെച്ച് ഡിഫെൻസീവ് ബാലൻസിൽ കൂടുതൽ ജാഗ്രത കാണിച്ച്, ഡിഫെൻസീവ് ബാലൻസിലാണ് കൂടുതൽ ജാഗ്രത പുലർത്തിയത്. അതുകൊണ്ട് മുന്നോട്ട് പോയി നല്ല ഡിഫെൻസീവ് ഓർഗനൈസേഷൻ ആയിരുന്നു, അടിപൊളി തന്നെ ആയിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് ചാൻസസ് കൊളംബിയ മിസ് ചെയ്തായിരുന്നു. അതുപോലെ നമ്മുടെ ലോറൻസ് അത്തീസിക്ക്, നമ്മുടെ ഇവിടുത്തെ ഗാനയുടെ ഗോൾ കീപ്പർ, അസാധി പെർഫോമൻസ്, ഒരുപാട് സേവുകളുണ്ടായിരുന്നു. ഗാന തോക്കാനുള്ള കാരണം പറഞ്ഞാൽ ഒരു ഷോട്ട് ഒരു ഓൺ ടാർഗറ്റിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്, 0 ഷോട്ട്സ് ഓൺ ടാർഗറ്റാണ്. അതുപോലെ ഫൈനൽ തേർഡിലുള്ള ക്രിയേറ്റിവിറ്റിയും അതുപോലെ എന്താ പറയുക ഫിനിഷിങ്ങും തീരെ ഇല്ലാത്തൊരവസ്ഥയും ഗാനയുടെ ഭാഗത്ത് നിന്ന് കണ്ടായിരുന്നു. എന്തായാലും കൊളംബിയ അടുത്ത മാച്ച് റൗണ്ട് ഓഫ് 16 സ്വിറ്റ്സർലാൻഡായിട്ടാണ് കളിക്കുക. അപ്പോൾ അടുത്ത കളിയുടെ വിശേഷമായിട്ട് കാണാം. വാർത്ത വരയ്ക്കും. ബൈ.